അനൗൺസ്മെന്റ് വിവാദത്തിൽ അന്വേഷണം നടക്കട്ടെ എന്ന് ടി.പി. രാമകൃഷ്ണൻ. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തുമെന്നും LDF കൺവീനർ പറഞ്ഞു. അന്വേഷണവുമായി സഹകരിക്കും. വർഗീയത പറഞ്ഞ് LDF വോട്ട് പിടിക്കുന്നില്ല. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്നതാണ് ഇടതുപക്ഷത്തിന്റെ രീതിയെന്നും പ്രതികരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അങ്ങനെ ഒരു ആവശ്യമില്ല. മതം പറഞ്ഞിട്ടോ ജാതി പറഞ്ഞിട്ടോ വർഗീയത പറഞ്ഞിട്ടോ വോട്ട് സ്വാധീനിക്കുന്ന പ്രശ്നമല്ല. ഇപ്പം അവിടുത്തെ അനൗൺസ്മെന്റിന്റെ രേഖയൊക്കെ അവിടെ ഉണ്ട്. എൻ്റെ കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കേൾക്കുകയും ചെയ്യാം, കാണുകയും ചെയ്യാം, അത് പരിശോധിക്കുകയും ചെയ്യാം. ആരോപണത്തെക്കുറിച്ച് അന്വേഷണം നടത്തട്ടെ. അന്വേഷണമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ആ അന്വേഷണം നടത്തിയിട്ട് എങ്ങനെയാണ് ഈ കാര്യങ്ങൾ വന്നത് എന്നുള്ളതിനെ കുറിച്ച് പരിശോധിക്കട്ടെ. കെ.വി. രാഹുൽ വിവരങ്ങളുമായി നമുക്കൊപ്പം കോഴിക്കോട് നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, അനൗൺസ്മെന്റിൽ എന്ത് പ്രശ്നമുണ്ട് എന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ പരാതി. ഇന്നലെയാണ് LDFന്റെ പ്രചാരണ അനൗൺസ്മെന്റ് വാഹനത്തിലെ ചില വാക്കുകളെ സംബന്ധിച്ച് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. അതായത് UDFന്റെ സ്ഥാനാർത്ഥിയായി ഫാത്തിമ തെഹ്ലിയാണ്, മുസ്ലിം ലീഗിൽ നിന്നുള്ള ഫാത്തിമ തെഹ്ലിയാണ് പേരാമ്പ്രയിൽ മത്സരിക്കുന്നത്. അപ്പോൾ ഫാത്തിമ തെഹ്ലിയെ വെച്ച് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ ഒരു വർഗീയ ചേരിതിരിവ് UDF ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്ന രീതിയിലാണ് ഈ ടി.പി. രാമകൃഷ്ണന്റെ അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്നുള്ള ഒരു അനൗൺസ്മെന്റ് പുറത്തേക്കായി വന്നിരുന്നത്. അതിന്റെ ദൃശ്യങ്ങൾ സഹിതമാണ് UDF തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത്. ഇതിൽ തക്കതായ നടപടി, ഉചിതമായ നടപടി സ്വീകരിക്കണമെന്നാണ് UDF ആവശ്യപ്പെടുകയും ചെയ്തിരുന്നത്. UDF ആകട്ടെ നേരത്തെ വടകരയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന കാസർ സ്ക്രീൻഷോട്ട് ഉണ്ട്. അതിന്റെ തുടർച്ചയായി രണ്ടാം വട്ടം എന്ന രീതിയിൽ LDF വീണ്ടും വർഗീയ പ്രചരണം നടത്തുന്നു എന്ന രീതിയിലാണ് ഈ ഒരു വിഷയത്തെ ചിത്രീകരിച്ച് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടെ കൂടിയാണ് LDF സ്ഥാനാർത്ഥിയായ ടി.പി. രാമകൃഷ്ണനെ സംബന്ധിച്ച്, അതായത് പാർട്ടി നേതൃത്വം അറിഞ്ഞുകൊണ്ട് നടന്ന ഒരു അനൗൺസ്മെന്റ് അല്ല അത്. അവിടെ എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കട്ടെ, പരിശോധിക്കട്ടെ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് ഉചിതമായ നടപടി സ്വീകരിക്കട്ടെ, അങ്ങനെ തെറ്റുണ്ടെങ്കിൽ എന്നുകൂടി അദ്ദേഹം പ്രതികരിക്കുന്നത്. ഏതായാലും പേരാമ്പ്രയിൽ ഈ ഒരു അനൗൺസ്മെന്റും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളും കൊഴുക്കുകയാണ്. അതിനിടെ കൂടിയാണ് LDFന്റെ സ്ഥാനാർത്ഥിയുടെ പ്രതികരണം മുന്നോട്ട് വരികയും ചെയ്യുന്നതായിരിക്കും. കെ.വി. രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും പേരാമ്പ്രയിൽ ഇത്തവണ തീ പാറുന്ന പോരാട്ടമാണ്. ഒരു ഭാഗത്ത് LDF കൺവീനർ ടി.പി. രാമകൃഷ്ണനാണ്, മറുഭാഗത്ത് ഫാത്തിമ തെഹ്ലിയ. ലീഗിൽ നിന്ന് ഒരു വനിതാ സ്ഥാനാർത്ഥി വരുന്നു, അതും ഒരു യുവമുഖമാണ്. അപ്പോൾ വലിയ ശ്രദ്ധ പിടിച്ചുപറ്റുന്ന മണ്ഡലം കൂടിയാണ് പേരാമ്പ്ര ഇത്തവണ.